RSS ശാഖയിൽ നിന്ന് ലൈംഗിക പീഡനമേറ്റതിൽ മനംനൊന്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ട ശേഷം ആത്മഹത്യ ചെയ്ത അനന്തുവിൻ്റെ സംഭവത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സനോജ് സുരേന്ദ്രൻ കൂടി ചേരുകയാണ്. സനോജ്, ഡിവൈഎഫ്ഐ ശക്തമായ പ്രതിഷേധം, എന്തൊക്കെയാണ് ആവശ്യം? അജംഷാദ്, RSS പ്രവർത്തകന്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഡിവൈഎഫ്ഐ വാഴൂർ ബ്ലോക്ക് കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നലെയും ഇന്നുമായി വലിയ വാർത്തയിൽ നിലനിൽക്കുന്ന ഒരു സംഭവമാണ് അനന്തു എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യ. കാരണം RSSന്റെ സജീവ പ്രവർത്തകനായിരുന്ന അനന്തുവിന് അവിടെ നിന്നും ആ ക്യാമ്പിൽ വെച്ചുണ്ടായ മോശ അനുഭവത്തെ തുടർന്ന്, അല്ലെങ്കിൽ ലൈംഗിക അതിക്രമവും മാനസികവും ശാരീരികവുമായ പീഡനത്തെ തുടർന്നാണ് തനിക്ക് ജീവൻ വെടിയേണ്ടി വന്നത് എന്നും ജീവിതത്തിൽ മാനസിക പ്രശ്നങ്ങൾക്ക് വഴിവെച്ചുവെന്നും ഇതിനെ തുടർന്ന് താൻ ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് എന്നുമാണ് അനന്തു തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ആത്മഹത്യാക്കുറിപ്പായി പുറത്തുവിട്ടത്. ഇത് വന്നതിന് പിന്നാലെ ശക്തമായ പ്രതിഷേധവും ഉയർന്നിരുന്നു. ഇതിനെതിരെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ CPM-ഉം ഡിവൈഎഫ്ഐയും രാവിലെ പൊൻകുന്നം പോലീസിലും കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി ഓഫീസിലും പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ വാഴൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. പൊൻകുന്നം നഗരത്തിലാണ് പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. നിരവധി ചെറുപ്പക്കാർ ഈ മാർച്ചിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. പൊൻകുന്നം നഗരത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ടൗണിൽ സമാപിക്കുമ്പോൾ തുറന്നു നടക്കുന്ന പ്രതിഷേധ യോഗം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്. ശരി, സനോജ് സുരേന്ദ്രനാണ് അവിടുത്തെ തത്സമയ ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.